എന്നാൽ നരേന്ദ്രമോദിയെ ജയിപ്പിച്ച, സുരേഷ് ഗോപിയെ ജയിപ്പിച്ച BJP-ക്കാർക്ക് അച്ഛന്റെ കോളമെടുക്കുമ്പോ PQRST എന്നാണ് പേര്. അമ്മയുടെ പേരെഴുതാൻ പറയുമ്പോൾ കാച്ചാട്ടാത്താപ്പ എന്നാണ് എഴുതുന്നത്. അങ്ങനെ PQRST അച്ഛന്, കാച്ചാട്ടാത്താപ്പ അമ്മയിലുണ്ടായ കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് BJP-യുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപി അവരെ വിജയിപ്പിച്ചത് എന്നുള്ള ഏറ്റവും ഭീതിജനകമായ വാർത്ത പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഒടുവിൽ വരുന്ന വാർത്തകൾ പറയുന്നത് എന്താണ്? ഈ രാജ്യത്തെ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന പദവികളിൽ ഒന്നാമത്തെ പദവിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ വിജയം പോലും ആധികാരികമായിരുന്നില്ല, അത് കള്ളത്തരത്തിലൂടെ വ്യാജ വോട്ടുകളിലൂടെ നേടിയ വിജയമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. നമുക്കറിയുന്ന ഉദാഹരണമുണ്ടല്ലോ. ശ്രീ നരേന്ദ്രമോദി ആദ്യത്തെ റൗണ്ടുകളൊക്കെ എണ്ണിത്തീരുമ്പോ UP-യുടെ PCC പ്രസിഡന്റിനെതിരായിട്ടുള്ള മത്സരത്തിൽ 6000 വോട്ടിന് പിന്നിൽ നരേന്ദ്രമോദി എന്ന വാർത്ത എനിക്ക് മുന്നിൽ നിൽക്കുന്ന മുഴുവൻ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയായി വന്ന വസ്തുതയാണ്. പിന്നീട് 1.5 മണിക്കൂറിൽ വിവരവുമില്ല. പിന്നീട് നമ്മൾ കാണുന്നത് വാരണാസിയിൽ നിന്ന് നരേന്ദ്രമോദി വിജയിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ വിജയം പോലും ആധികാരികമല്ല. ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പുറത്തുവിട്ട വാർത്ത എന്താ? നമ്മളോടൊക്കെ ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളോട് നമ്മുടെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മുടെ പേര് എഴുതി. അച്ഛന്റെ പേര് ചോദിക്കുമ്പോൾ അതിനേക്കാൾ അഭിമാനത്തോടെ അച്ഛന്റെ പേരെഴുതി. അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ അതിനും അഭിമാനത്തോടെ നമ്മൾ അമ്മയുടെ പേരെഴുതി. എന്നാൽ നരേന്ദ്രമോദിയെ ജയിപ്പിച്ച, സുരേഷ് ഗോപിയെ ജയിപ്പിച്ച BJP-ക്കാർക്ക് അച്ഛന്റെ കോളമെടുക്കുമ്പോൾ PQRST എന്നാണ് പേര്. അമ്മയുടെ പേരെഴുതാൻ പറയുമ്പോൾ കാച്ചാട്ടാത്താപ്പ എന്നാണ് എഴുതുന്നത്. അങ്ങനെ PQRST അച്ഛന്, കാച്ചാട്ടാത്താപ്പ അമ്മയിലുണ്ടായ കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് BJP-യുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപി അവരെ വിജയിപ്പിച്ചത് എന്നുള്ള ഏറ്റവും ഭീതിജനകമായ വാർത്ത പുറത്തേക്ക് വരികയാണ്. BJP-ക്കാർക്കിടയിൽ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം പലകുറി കേരളത്തോട് പറഞ്ഞതാണ്, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുകയാ എന്ന്. അന്നേരമൊന്നും നമ്മൾ വിശ്വസിച്ചില്ല. നമ്മൾ വിചാരിച്ചു അതുപോലെ ശ്രീ സുരേഷ് ഗോപി എന്തോ ഇടുവായിത്തം പറയുന്നതാണ് എന്ന്. പക്ഷെ അദ്ദേഹം ആ കള്ളന്മാർക്കിടയിൽ ഏറ്റവും സത്യസന്ധനായ കള്ളനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്, ഞാൻ ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് എന്ന് നിരവധി തവണ സുരേഷ് ഗോപി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി തൊട്ട് ഇന്ന് BJP-ക്കാർ കൈയാളുന്ന മുഴുവൻ പദവികളും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മോഷ്ടിച്ച് അവർ നേടിയ വിജയങ്ങളാണ്. ആ വിജയങ്ങൾക്കെതിരായി ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ ഈ രാജ്യമെമ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബീഹാറിൽ അവസാനമായി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് 3 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. ആ ബീഹാറിന്റെ മുന്നിൽ, ആ ബീഹാറിന്റെ മണ്ണിൽ വോട്ടർ ജാഗരൻ യാത്ര എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് ഓരോ ദിവസവും അണിനിരക്കുന്നത് 10,000 കണക്കിനായ മനുഷ്യന്മാരാണ്.